കാണിച്ചു തരാവേ. ഒരു ഹായ് പറഞ്ഞു നിസേ. ഹായ് ഹായ്. ഒരു ഫ്ലൈങ് കിസ് കൊടുക്കും. ഫ്ലൈങ് കിസ്. യാ ഇതാണ് നമ്മുടെ പേര് പറയാ ലിസിന്റെ. ഇതാണ് നമ്മുടെ അല്ലൂസ് കേട്ടോ. യാ ലിസ് എന്താ കഴിക്കുന്നേ? സ്ട്രോബെറി. 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 സ്ട്രോബെറി ആണോ ചോദിച്ചവരോട്? ഓ മൈ ഗോഡ്. യാ എന്നിട്ട് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. എന്നൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും വലിയ കുഴപ്പമില്ലാതെ തന്നെ പോകുന്നു കേട്ടോ. ഇന്നുണ്ടല്ലോ ഒരു അടിപൊളി ക്ലൈമറ്റ് ആണ് കേട്ടോ. കാര്യം തണുപ്പുണ്ട്, പക്ഷേ എന്നാലും നല്ല വെട്ടം വെളിച്ചവും നല്ല വെയിലും ഒക്കെ ഉള്ളൊരു ക്ലൈമറ്റാണ്. അപ്പോൾ എനിക്ക് വീട്ടിലിരിക്കാൻ തോന്നിയില്ല, ഞാൻ പുറത്തിറങ്ങി. ഇന്ന് ചേട്ടായിക്ക് ഓഫാണേ, ചേട്ടായി ഇന്ന് ഡ്യൂട്ടി എടുത്തിട്ടില്ല. അപ്പോൾ ചേട്ടായിക്ക് പുറത്ത് പോകണം, അതുകൊണ്ട് നേരത്തെ വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ വീട്ടിലേക്ക് പോകണം. എനിക്ക് അതുകൊണ്ട് കുറേ അധികം സമയമില്ല സംസാരിക്കാനേ, കുറച്ച് നേരമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ സമയത്ത് ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞു വരും, അവിടെ എന്തെല്ലോ പണി നടക്കുന്നുണ്ട്, അതിൻ്റെ സൗണ്ട് കേൾക്കും, ഞാൻ സ്റ്റോപ്പ് ചെയ്യും, വീണ്ടും റിപ്പീറ്റ് ഞാൻ റെക്കോർഡ് ചെയ്യും. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ്. യോ മൈ ഗോഡ്. ഞാനിങ്ങനെ നടന്നു വരുന്ന വഴിക്കേ ഒരു ആപ്പിൾ മരം ഉണ്ടേ. ഞങ്ങൾ ഇടയ്ക്കൊക്കെ വന്ന് അതിൽ നിന്ന് ആപ്പിൾ പറിച്ച് അച്ചാർ ഇടാറുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഇപ്പോൾ അതിൻ്റെ അവസ്ഥ കണ്ടിട്ട് സങ്കടം വരുവാ. ഞാൻ കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഈ നിൽക്കുന്ന വെയിലടിക്കുന്നതുകൊണ്ട് ശരിക്കും കാണാൻ പറ്റുന്നില്ല ഗൈസ്. ഈ നിൽക്കുന്നതാണ് ഗൈസ് ഞങ്ങളുടെ പണ്ടത്തെ ആപ്പിൾ മരം. ഇലയെല്ലാം പൊഴിഞ്ഞ് ഉണക്കച്ചുള്ളി പോലെ നിൽക്കുന്നത് കണ്ടോ. പക്ഷേ സമ്മർ സീസൺ ആകുമ്പോഴത്തേനും ഈ വിൻ്റർ സീസണൊക്കെ മാറി തുടങ്ങുമ്പോഴത്തേനും ഇലയൊക്കെ വന്ന് പച്ചപ്പൊക്കെ വന്ന് നല്ല ആപ്പിളൊക്കെ ഉണ്ടാവാൻ തുടങ്ങും കേട്ടോ. ഞാൻ ആപ്പിൾ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഇവിടെ വന്ന് കാണിച്ചതാണ്. ഇവിടെ ചൈൽഡ് കെയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് കുട്ടികളെ ഇങ്ങനെ ഒറ്റയ്ക്ക് നമുക്ക് വീട്ടിലിരുത്തി പോകാനൊന്നും പറ്റത്തില്ല. എന്താ പറയുക, പിന്നെ അവരെ ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിലും നമ്മൾ എടുത്തോണ്ടൊക്കെ നടക്കുക, വഴി കൂടെ എവിടെയെങ്കിലും പോകുമ്പോഴും ഒക്കെ എടുത്തോണ്ടൊക്കെയല്ലേ നടക്കുക. ഇവിടെ അങ്ങനെ എടുത്തുകൊണ്ടൊന്നും അല്ല കേട്ടോ എല്ലാവരും നടക്കുക. ഇവിടെ മറ്റേ ആ പ്രാമിലൊക്കെ വെച്ചിട്ടാണ് കുട്ടികളെ കൊണ്ടുപോവുക. ഞങ്ങളുടെ കുഞ്ഞാവ ഉണ്ടായത് ഇവിടെയാണ് കേട്ടോ. ഡെലിവറി ആയത് ഇവിടെയാണേ. നമ്മളിവിടെ ഉണ്ടല്ലോ, ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മൾ അതിൻ്റെ ഒരു കാർ സീറ്റ്, കൊച്ചിനെ കൊണ്ടുപോകാനുള്ളൊരു കാർ സീറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം, എന്നാലേ ഉള്ളൂ നമ്മൾ ഡിസ്ചാർജ് ആക്കി വിടുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഭയങ്കര ഒരു കുട്ടികളുടെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് അവർ സേഫ്റ്റി കൺസിഡർ ചെയ്യുന്ന ഒരു ഇതാണ് കേട്ടോ, സിസ്റ്റമാണ് ഇവിടെ. ഇവിടുത്തെ ഡെലിവറി എക്സ്പീരിയൻസ് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാവേ. അത് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ പലർക്കും പല അഭിപ്രായമായിരുന്നു അതിനെപ്പറ്റി. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ. ഞാൻ ആലോചിക്കുവാണേ, നാട്ടിൽ നമ്മളെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വേറെ അല്ലേ. നമുക്ക് കുട്ടികളെയൊക്കെ ഒരു വടിയെടുത്ത് എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു വടിയെടുത്ത് അവരെ തല്ലാം, അവരെ വഴക്ക് പറയാം, അങ്ങനെയൊക്കെ അല്ലേ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ നമുക്ക് കുട്ടികളെ തൊടാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ അവരെ വഴക്ക് പറയോ അല്ലെങ്കിൽ ഒന്ന് തല്ലോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അവർ പോയി അവരുടെ ടീച്ചറിനോട് പറയും സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത്. പിന്നെ വീട്ടിൽ എന്താ പറയുക, പോലീസൊക്കെ വന്ന് കഥ കൊട്ടുമ്പോഴായിരിക്കും നമ്മൾ അറിയുക, ഓ മൈ ഗോഡ് ഇതായിരുന്നു റീസൺ. അതാണ് ഇവിടുത്തെ സിസ്റ്റം കേട്ടോ. പക്ഷേ ഇവരത്രയ്ക്കും ഇമ്പോർട്ടൻസ് പിള്ളേർക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ. പക്ഷെ നമ്മുടെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെ അല്ലല്ലോ. ഇവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ് കേട്ടോ. പിള്ളേരെ നമുക്ക് തല്ലാനേ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഇവർ അതിനെ കണക്കാക്കുന്ന ഒരു ചൈൽഡ് അബ്യൂസായിട്ടാണ് ഇവരതിനെ കാണുന്നത്. അതായത് കുട്ടികളെ തല്ലുന്നതിന് പകരം അവരെ കാര്യം പറഞ്ഞിട്ട് സമാധാനത്തിൻ്റെ രീതിയിൽ കാര്യം പറഞ്ഞ് അവരെ മനസ്സിലാക്കുക എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്നറിയാമോ, ഇവിടെ 16 വയസ്സ് വരെയുള്ള പിള്ളേരെ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ നൈറ്റ് ടൈമിൽ നമുക്ക് അവരെ ഒറ്റയ്ക്ക് വിടാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ നൈറ്റ് ഡ്യൂട്ടിയും ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ കൊച്ചിനെ കൊണ്ട് വിടും, അങ്ങനെയൊക്കെ കേട്ടോ. വേറൊരു കാര്യം ഇവർ പറയുന്നതെന്ന് വെച്ചാൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളെ ഉണ്ടല്ലോ, നമുക്ക് ഒരിക്കലും അവർ ഒറ്റയ്ക്ക് വിടാൻ പറ്റത്തില്ല. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഓക്കെ, ഒരു 8 വയസ്സുള്ള ഒരു 9 വയസ്സുള്ള ഒരു കൊച്ച് വീട്ടിലുണ്ട്, എനിക്ക് കുറച്ച് സാധനങ്ങൾ പുറത്ത് പോയി വാങ്ങണം, തൊട്ടടുത്തുള്ള കടയാണ്, പക്ഷേ എനിക്കൊന്ന് പോയി വാങ്ങണം. നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ഒന്ന് പോയിട്ട് വരാം അല്ലേ, പോയി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാം. പക്ഷേ ഇവിടെ അതൊന്നും പറ്റത്തില്ല. ഇവിടെ അങ്ങനെ ഒരു കുറച്ച് സമയം പോലും നമുക്ക് കുട്ടികളെ ഒറ്റയ്ക്ക് വീട്ടിലിരുത്തിയിട്ട് പുറത്ത് പോയി തിരിച്ചു വരാനൊന്നും പറ്റത്തില്ല. തിരിച്ചു വരുമ്പോഴത്തേനും വേണമെങ്കിൽ നമ്മുടെ നെയ്ബറായിരിക്കാം പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യുന്നത് കുട്ടി അവിടെ ഒറ്റയ്ക്കാണെന്ന്. അപ്പം പോലീസ് വന്ന് ഫ്രണ്ടിൽ നിൽക്കുമ്പോഴായിരിക്കും നമ്മൾ അറിയുക. അതായത് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കുട്ടികളെയൊക്കെ ഒറ്റയ്ക്കാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകുമോ, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് മതിയായിരിക്കും. ആ ഒരു 5 മിനിറ്റിനകത്ത് ഈ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, കാരണം കുട്ടികളല്ലേ, അവർക്കറിയത്തില്ല, അവർക്കൊരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു പ്രായമായിട്ടില്ല ലൈഫിൽ. അപ്പോൾ എന്തെങ്കിലും ഒരു അപകടമോ എന്തെങ്കിലും ഒരു കുട്ടികൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ആ ഒരു പേരൻ്റ് എന്ന് പറയുന്നത് ജയിലിൽ പോകേണ്ടി വരും. അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലീഗലായിട്ട് അവർ ഫോർവേഡ് ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്, ചൈൽഡ് സേഫ്റ്റി ഈസ്
വെരി ഇമ്പോർട്ടൻറ്റ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. നമ്മുടെ നാട്ടിലും സേഫൊക്കെയാണ്, ചിൽഡ്രൻ്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ കുറച്ചും കൂടെ കൂടുതൽ സ്ട്രിക്റ്റ് ആണ് ഇവിടുത്തെ കാര്യങ്ങൾ കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ നമ്മുടെ നെയ്ബേഴ്സിന് ഒരു റൈറ്റ് ഉണ്ട് കേട്ടോ. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം, തൊട്ടപ്പുറത്തെ വീട്ടിൽ എന്തെങ്കിലും ഒരു ബഹളം അല്ലെങ്കിൽ ഒരു വഴക്ക് അല്ലെങ്കിൽ കുട്ടികൾ ഒറ്റയ്ക്കാണ് എന്നൊക്കെ നെയ്ബേഴ്സൊക്കെ കാണുന്നുണ്ടെങ്കിലുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഈ നെയ്ബേഴ്സിന് പോലീസിനെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അതാണ് ഇവിടെ വേറൊരു കാര്യം കേട്ടോ. ഇത്രയ്ക്കാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. സത്യം പറഞ്ഞാൽ ഞാൻ ഇതൊന്നും പറയണമെന്നൊന്നും വിചാരിച്ചതല്ല കേട്ടോ. ഇത് പറയണം എന്ന് വിചാരിച്ച് പുറത്തിറങ്ങിയതല്ലേ. ലൈറ്റ് കണ്ടപ്പോൾ വെട്ടമൊക്കെ കണ്ടപ്പോഴത്തേനും പുറത്ത് ചാടി ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ പറഞ്ഞു വന്നപ്പോഴത്തേനും ടോപ്പിക്ക് ഇതിലേക്ക് അങ്ങ് വഴുതി വീണു. ഇപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് വിറയ്ക്കുന്നുണ്ട്. തണുപ്പ് കൂടി തുടങ്ങിയിരിക്കുന്നു ഗൈസ്. വെയിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ ചെറുതായിട്ട് മങ്ങിയിട്ടുണ്ട്. പിന്നെ ചെറിയ രീതിയിൽ നല്ല രീതിയിൽ തന്നെ കാറ്റും വീശി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനിയും കൂടുതൽ സമയം ഞാൻ നിന്നാൽ മേ ബി എനിക്ക് ചെസ്റ്റ് ഇൻഫെക്ഷനൊക്കെ അടിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റാണ്ടാവും. സോ ഞാൻ കയറി പോവാണ് കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ നാട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ കുട്ടികളൊക്കെ ആയിട്ട് വരാനുള്ളവരോ അല്ലെങ്കിൽ നാട്ടിൽ കുട്ടികളുണ്ട്, ഇവിടെ വന്നതിന് ശേഷം കുട്ടികളെ കൊണ്ടുവരാനായിട്ടൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ അവർക്കൊരു ഐഡിയ കിട്ടും. ഇവിടെ വന്നു കഴിഞ്ഞും കുട്ടികളെയൊക്കെ എങ്ങനെയായിരിക്കും നമ്മൾ നോക്കാമെന്നൊക്കെ ഉള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ചെറിയൊരു ഐഡിയ കിട്ടും. വലിയ കാര്യങ്ങളായിട്ടൊന്നും അല്ല പറഞ്ഞത്, എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്തതാണ് കേട്ടോ ഇതിനെ പറ്റിയൊക്കെ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി ഞാൻ കയറി പോകണം ഗൈസ്, ശരിക്കും തണുക്കുന്നുണ്ട്. ബൈ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.